12 വയസ്സും 14 വയസ്സും ഞങ്ങൾ കുട്ടികളാണ്. അതുവരെ ഓടിച്ചാടി നടന്നതാണ്. ഓടിച്ചാടി ഒരു അസുഖമില്ലായിരുന്നു, നോർമൽ. അപ്പൊ ആദ്യം ബ്രദറിന് ഈ പ്രശ്നം വരുന്നു, തൊട്ടു പുറകെ താങ്കൾക്കും വരുന്നു. എനിക്കും വരും. ഒരു പ്രൊഫൈൽ നമ്പർ അടിച്ച സമയത്ത് ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ അന്നേരം അത്രത്തെ ഉറപ്പ് കളഞ്ഞു. കാരണം ആ ഫോട്ടോ എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കും അറിയില്ല ശരിക്കും. എന്നാലും ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്നാണ്. അന്ന് രാത്രി മുഴുവൻ ആ ഫോട്ടോ ആലോചിച്ചുകൊണ്ട് പോകും. ഇവിടെ നേരം വെളുപ്പം വരാൻ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമോ, അതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇത് കോൺടാക്ട് ചെയ്യണം, ഈ ഒരു തരം ചിന്തയാണ്. എന്താ ഈ കിഞ്ചാന്ന് ചോദിച്ചു ഞാൻ. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അത് ഒരു ഒറ്റയ്ക്ക് പിടിച്ചൊരു സംഭവമാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു അതെന്തായാലും നമുക്ക് ചെയ്യണം. അതെനിക്കും ഭയങ്കര ആഗ്രഹമാണ്, ഇങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക, ഒരു ബിസിനസ് മാൻ ആവുക. വീണ്ടും തുടങ്ങാൻ എന്ത് വേണമെന്ന് പിന്നെ ചോദിക്കുന്നുള്ളൂ. കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, എന്നാലും ചോദ്യം അത് മാത്രമാണ്. ഞാൻ പറഞ്ഞ അത്ര എളുപ്പമല്ല, ഞാനില്ല എന്നാണ്, എനിക്കത് പറ്റൂല എന്നാണ്. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യാം, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ വെച്ചു. ഞാൻ പറഞ്ഞു അത്ര എളുപ്പമല്ല, ഈസി അല്ല വന്നു. ഞാൻ ഓക്കെ, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ, എനിക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, കൂടെ നിൽക്കാൻ പറ്റുമോ വെച്ചു. ഞാനെന്നാൽ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ ഒരു പങ്കാളിക്ക്, അതും ജീവിത പങ്കാളിക്ക് ഒരു സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു വലിയ സ്ഥാനം തന്നെ ഉണ്ടല്ലേ. നമുക്കൊരു നല്ല ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പോസിറ്റീവായി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാലോ, വളർച്ചയ്ക്ക് പരസ്പരം കൈത്താങ്ങാൻ നിന്നാലോ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ശാരീരികമായി പരിമിതികൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും പിന്നീട് ഈ ദമ്പതികൾ ഒരു ബിസിനസ് തുടങ്ങുകയും അതിന് ഭാര്യ ഒരു നിമിത്തമാവുകയും പണ്ടെങ്ങോ ഉപേക്ഷിച്ചൊരു സ്വപ്നം അവർ പൊടി തട്ടിയെടുത്ത് ഒരു സംരംഭത്തിൻ്റെ വിജയപാതയിലാണ്. ഇതൊരു സിനിമാ കഥയല്ല, ജീവിതകഥയാണ്. ഞാൻ പല ഇൻ്റർവ്യൂസും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മാതൃകാ ദമ്പതികൾ തന്നെയാണ്. അവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ജീവിതം പടുത്തുയർത്തുകയാണ്. ഈ സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് റാഷിദും അർഷിതയുമാണ്. രണ്ടുപേർക്ക് സ്വാഗതം സ്പാർക്കിലേക്ക്. ചിലരൊക്കെ നിങ്ങളുടെ റീൽസെങ്കിലും കണ്ടു കാണും. എനിക്കും വളരെ മോട്ടിവേഷൻ തോന്നിയിട്ടുള്ള രണ്ടാൾക്കാരാണ് നിങ്ങൾ. ഞാൻ റാഷിദിൽ തുടങ്ങാം. റാഷിദ് എവിടെയാണ് നാട്? ഞാൻ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്ന സ്ഥലത്താണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് കാസർഗോഡ് തൃക്കരിപ്പൂർ ഉദിനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്തായിരുന്നു വിദ്യാഭ്യാസം? 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഇങ്ങനെ ഉഴപ്പി നടന്നുകൊണ്ടത് 8 നിലയിൽ പൊട്ടി. അവിടെ നിന്ന് അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യണം തോന്നിയപ്പോൾ അവിടെ ഒരു യൂണിവേഴ്സൽ കോളേജ് ഉണ്ട്. അവിടെ ഒരു ടൈം പാസ്, അതല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് ഈ ഓട്ടോമൊബൈൽ. വാഹനങ്ങളായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഓട്ടോമൊബൈൽ പഠിച്ചു. അത് എങ്ങനെയൊക്കെയോ പാസ്സായി. അതിനുശേഷം ജോലി എന്തെങ്കിലും ചെയ്തു? അതിനുശേഷം കുറച്ചാലും അത് പ്രാക്ടീസ് ചെയ്തു. ആ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരു വർക്ക്ഷോപ്പിൽ കുറച്ചാലും പ്രാക്ടീസ് ചെയ്തു. പിന്നെ അതിലൊരു ഫ്രീഡം ഇല്ലാന്ന് തോന്നിയപ്പോൾ സ്വന്തമായി ചെയ്യണം തോന്നി. അങ്ങനെ വെൽഡിങ്ങിൻ്റെ ഇൻഡസ്ട്രിയിലെത്തി. പിന്നെ മറ്റ് വാട്ടർ പ്യൂരിഫൈങ് ജോലി ചെയ്തു. അങ്ങനെ മറ്റു പല ജോലികൾ, ചെറിയ ജോലികളൊക്കെ ചെയ്ത്, അങ്ങനെ ചെറിയ ജോലികളൊക്കെ ചെയ്തു. അപ്പോൾ പാരൻസ് ആരെങ്കിലും എന്താ ചെയ്യുന്നത്? ആരും ഉപ്പ ഉണ്ട്. ഉപ്പ ഗൾഫിലാണ്. ഉപ്പ ഇങ്ങനെ കോൺട്രാക്ടർ വർക്കാണ് ഗൾഫിൽ. അപ്പോൾ ഉപ്പാരുടെ അടുത്ത് ഞാൻ പഠിച്ചതാണ് ഇതുപോലുള്ള വർക്കുകളൊക്കെ, ടൂൾസുകളും മറ്റൊക്കെ കുട്ടിക്കാലത്ത് പരിചയപ്പെട്ട അങ്ങനെയാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉഴപ്പിന്ന് പറയുമ്പോൾ ഉപ്പ കാശ് തരുന്നുണ്ട്? അപ്പോൾ ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ അർഷിതയിലോട്ട് വരാം. അർഷിതയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് നിലമ്പൂർ പൂക്കോട്ടുംപാടം കവളമുക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, സ്വന്തം നാട് അതാണോ? സ്വന്തം നാട് എൻ്റെ ഉപ്പാൻ്റെ നാട് അകമ്പാടം, നിലമ്പൂർ അകമ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഉപ്പയും ഉമ്മയും സെപ്പറേറ്റഡ് ആയിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലേക്ക് വന്നതാണ്. എത്ര വയസ്സിലാണ് സെപ്പറേറ്റ്? ഞാനൊരു 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവർ സെപ്പറേറ്റഡ് ആവുന്നത്. പിന്നെ ഞാൻ 4ാം ക്ലാസ്സിക്ക് എൻ്റെ നാട്ടിലുള്ള സ്കൂളിൽ കവളയിൽ. ഒരു മോളാണോ അതോ സഹോദരൻ? ഞാനൊരു മോള്, പിന്നെ എൻ്റെ ഏട്ടനുണ്ട്. ഉമ്മാന്റെ നാട്ടിലേക്ക് പോകുന്നു. ഉമ്മാൻ്റെ നാട്ടിലേക്ക് പോകുന്നു. പഠിച്ചത് ഇവിടെ എൻ്റെ ഉമ്മാൻ്റെ നാട്ടിൽ തന്നെയാണ്. പിന്നെ പൂക്കോടുംപാടം +1 +2 ചെയ്തു. പിന്നെ ഡിഗ്രി മമ്പാട് MES കോളേജിൽ, നിലമ്പൂർ കഴിഞ്ഞ് കുറച്ച് ദൂരെയാണ്, MES കോളേജിലാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ജോലി ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ദൂരാണെല്ലാം പഠിക്കാനുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ഒരു അടുത്ത് തന്നെ പൂക്കോടുംപാടം ടൗണിലൊരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ബില്ലിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 3 മാസം. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മാരേജ് എല്ലാം കഴിയുന്നത്. ആ സമയത്ത് റാഷിദ് ചെറിയ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അല്ലേ? അവിടെയാണ് ഒരു സംരംഭക മോഹമൊക്കെ വന്നത് അല്ലേ? എന്തായിരുന്നു അത് സംരംഭം? ഒരു ഐസ്ക്രീമിൻ്റെ പരിപാടി തുടങ്ങണമെന്നുണ്ട്. അതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ നാട്ടിൽ ഒരു ചെറിയ ഐസ്ക്രീമിൻ്റെ സംരംഭം കാണിച്ചു തന്നു, ഒരു കുളിർമ ഐസ്ക്രീം. അപ്പോൾ ചെറിയ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവിടെ നിന്നാണ് ഉണ്ടായത്.
അപ്പോൾ ആ സുഹൃത്തും ബ്രദറും കൂടിയിട്ട് നമുക്കിതുപോലെ ചെയ്യാന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വീട്ടിൻ്റെ അടുത്ത് ചെറിയൊരു റൂമൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു. ഉപ്പാരെ സപ്പോർട്ട് ഉണ്ട്. ഉപ്പാരെ സപ്പോർട്ടോടുകൂടി വേണ്ട അത്യാവശ്യപ്പെട്ട അപ്പൊ ഉപ്പ മെഷീനറി അത്യാവശ്യം എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്ന ഒരാളാണോ? അല്ല, ഉപ്പ പ്രത്യക്ഷത്തിലൊക്കെ എതിർക്കും. എന്നിട്ട് പിന്നിൽ നിന്ന് എല്ലാ സപ്പോർട്ടും തരും. ഓക്കെ, ആദ്യം നോ പറയും, പിന്നെ എല്ലാം നോ പറയും. ആ നോ പറയുമ്പോൾ തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്തു തരുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ പുള്ളി പൈസ തന്നു. പുള്ളി ഓരോരോ ഘട്ടത്തിലും പൈസ തന്നു. അതിന്റെ ഓരോരോ ഐസ്ക്രീം ചെയ്യുന്നു. ഐസ്ക്രീം, എന്താണ് അതിന്റെ പേര്? കിൻസ ഐസ്ക്രീം. കെൻസ, കിൻസ, KINZA, കിൻസ ഐസ്ക്രീം. കിൻസ ഐസ്ക്രീം. എന്നിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി വിറ്റോ? ഐസ്ക്രീം ഉണ്ടാക്കി വിറ്റു. ആ. പക്ഷേ വിചാരിച്ച പോലെ നടന്നില്ല. ആ. ഒരു 3-4 മാസം കൊണ്ട് കൂടി പൂട്ടി. പൂട്ടിപ്പോയി. നഷ്ടം വല്ലതും വന്നോ? നഷ്ടപ്പെട്ടു. ഒരു 10 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു. അത് ചെറുപ്രായമാണ്. ചെറിയ പ്രായമാണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും, എന്നോട് ഞാൻ പറഞ്ഞാണ് ഇല്ല, ഉപ്പ പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞില്ല. പറഞ്ഞില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ സപ്പോർട്ട് ചെയ്തു. നല്ല പക്ഷേ അപ്പൊ പറഞ്ഞു സംഭവം ഉം. കുറച്ചും കൂടി ചിന്തിച്ച് ചെയ്യണം. കുറച്ചും കൂടി പ്രായത്തിന്റെ അടുത്തേട്ടം പാടില്ല. പാടില്ല. ശരിക്കും ചിന്തിക്കണം, പഠിക്കണം, എക്സ്പീരിയൻസ് വേണം അപ്പൊ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് തിരിച്ച് വെൽഡിങ്ങിലോട്ട് തന്നെ പോയോ? വീണ്ടും പൈസയുടെ ആവശ്യം വരുമ്പോഴൊക്കെ വെൽഡിങ്ങിന്റെ പണി. വെൽഡിങ്ങിലോട്ട് പോകും. ആ. അതിനിടയിൽ ഒന്ന് പ്രവാസിയാവാൻ ശ്രമിച്ചോ? ആ, അത് പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ പ്രവാസിയായി. പ്രവാസിയാൻ ശ്രമിച്ചതല്ല, ആ. ഗൾഫ് എന്താണെന്ന് കാണാൻ പോയതാണ്. അത് നേരെ എന്നെ തിരിച്ചു ജീവിതം വന്നു അല്ലേ? പഠിപ്പിക്കാനൊന്ന് ശ്രമിച്ചതും കൂടിയാണ്. അപ്പോൾ ബേസിക്കലി റാഷിദ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു ചാട്ടും, ആ. ഒരു ഉറച്ചു നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആ. ഫോക്കസ് ചെയ്തൊക്കെ പോകുന്നതാണല്ലേ? അക്കാലത്തെ ഒരു സ്പാർക്ക് ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടായി താങ്കളുടെ ജീവിതത്തിലല്ലേ? എന്തായിരുന്നു അത്? അങ്ങനെ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ റോട്ടറി ക്ലബ്ബിലെ മെമ്പേഴ്സ് ആവാൻ വേണ്ടി നമ്മളെ ക്ലാസ്സിലേക്ക് വന്നു. അങ്ങനെ റോട്ടറി ഒരു നോട്ടീസ് വന്നു. അങ്ങനെ ഞാൻ റോട്ടറി ക്ലബ്ബിലെ മെമ്പറായി. അങ്ങനെ ആ മെമ്പറായിട്ട് അവിടെ നമ്മളൊരു ഒരു ട്രസ്റ്റിലേക്ക് പോകുന്നു. ആ ട്രസ്റ്റിൽ പോയിട്ട് അവിടുന്ന് ഇതുപോലെ ഭിന്നശേഷിക്കാരും വരെയുള്ള കുറച്ച് ആളുകളുമായിട്ട് നമ്മൾ അവിടുന്ന് കൂടിക്കാഴ്ച എടുത്ത് ഒരു ദിവസം അവരോട് ജീവിച്ചു. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ആ സമയത്ത് നമുക്ക് തോന്നി മനസ്സിൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇതുപോലുള്ള ആളുകൾക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. മറ്റ് സഹതാപവും മറ്റൊന്നും ഇത്തരം ആളുകൾക്ക് വേണ്ട. അപ്പൊ അന്ന് മുതൽ മനസ്സിൽ കയറിക്കൂടി നാളെ ഒരാളെ വിവാഹം കഴിക്കുന്നെങ്കിൽ ഇതുപോലെ ഒരാളെ കെട്ടണം എന്നൊരാഗ്രഹം. പക്ഷെ മുന്നോട്ടുള്ള വഴികളൊന്നുമില്ല, ഒരാഗ്രഹം മാത്രം. അത് എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. മനസ്സിലെ ആഗ്രഹം അങ്ങനെ കൊണ്ടു നടന്നു. അത് കുറേ വർഷത്തോളം, അത് ഏകദേശം ഒരു 3-4 വർഷം അത് ആഗ്രഹം മാത്രമായിട്ട് നിന്നു. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഒരു വേറ്റുന്നിക്കാവ് മൊബിലിറ്റി ഫൗണ്ടേഷൻ ഇവിടെ കോഴിക്കോട് JDT ഓഡിറ്റോറിയത്തിൽ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അതിലൊരു വീഡിയോ ആഡ് കണ്ടു ഞാൻ. അതായത് ഇങ്ങനൊരു ആഡ് ഉണ്ട്, പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് പങ്കെടുക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഒരു പക്വതയില്ലാത്തൊരു തീരുമാനങ്ങളൊക്കെ ഞാനും കണ്ടുള്ളൂ. ഞാനും രജിസ്റ്റർ ചെയ്തു. ഞാനും അങ്ങനെ കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോട് പോയപ്പോൾ ഭിന്നശേഷിക്കാരുടെ ഒരു 600-ൽ കൂടുതൽ ആളുകളുണ്ട് ഭിന്നശേഷിക്കാരായിട്ട്. അത് കണ്ടപ്പോൾ നമ്മുടെയൊക്കെ അഹങ്കാരം ഇല്ലാണ്ടായി പോയി. ഞാൻ ആ സമയം വരെ ഒരു ബുള്ളറ്റ് എടുത്തിട്ട് അഹങ്കരിച്ചുകൊണ്ട് ഈ ഭൂമി എൻ്റെ അടിയിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പോയ മനുഷ്യനാണ്. അവിടെ എത്തിയപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നിലത്തുനിന്ന് കഷ്ടപ്പെട്ട് എഴഞ്ഞു നീങ്ങുക. അത് കണ്ടപ്പോൾ വല്ലാണ്ട് ടെൻഷനായി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഉള്ളിൽ കയറി കുറച്ച് നേരം ഒരു പ്രോഗ്രാമൊക്കെ കണ്ടു. പക്ഷേ മൊത്തം ഒരു മരവിപ്പായിരുന്നു. അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. ഇവളന്ന് കണ്ടുമുട്ടിയിട്ടില്ല. വൈഫിനോ അവിടെ ഒരു കല്യാണം കഴിക്കണമെന്ന് പോയെങ്കിൽ ആരെയും കണ്ടുമുട്ടാനൊന്നും പറ്റിയില്ല. കുറച്ച് സമയം കഴിഞ്ഞെങ്കിലും ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. പക്ഷെ ഇത് മനസ്സിൽ നിന്ന് ഇത് പോകുന്നേ ഇല്ല. വണ്ടി എടുക്കുമ്പോൾ കൺട്രോൾ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ തിരിച്ച് വീട്ടിലെത്തി. അവിടെ നിന്നൊരു പുസ്തകം തന്നു. ഇവിടെ രജിസ്റ്റർ ചെയ്ത എല്ലാവരുടെയും ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതായത് അവിടെ ആരൊക്കെ പങ്കെടുത്തിരുന്നു അവരുടെയൊക്കെ ഫോട്ടോസും അഡ്രസ്സും ഡീറ്റെയിൽസും വെച്ചിട്ട് അങ്ങനെ വേറ്റുന്നിക്കാൻ്റെ സൈറ്റിൽ ഓരോരോ പ്രൊഫൈലായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഒരു പ്രൊഫൈൽ നമ്പർ അങ്ങ് അടിച്ച സമയത്ത് ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ അന്നേരം അത്രത്തെ ഉറക്ക് കളഞ്ഞു. കാരണം ആ ഫോട്ടോ എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും. എന്നാലും ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ. അന്ന് രാത്രി മുഴുവൻ ആ ഫോട്ടോ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇവളെ നേരം വെളുക്കും വരം കല്യാണം കഴിച്ചുകൊണ്ട് പോകുമോ, അതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇത് കോൺടാക്ട് ചെയ്യണം, ഈ ഒരു തരം ചിന്തയായിരുന്നു. അങ്ങനെ നേരം വെളുത്തു. 5 മണിയായി. വിളിച്ചാലോ എന്ന് വിചാരിച്ചു. 6 മണി ശരിയല്ല. അങ്ങനെ 7 മണി 8 മണി വിളിക്കാനൊരു സമയം 9 മണി ഇപ്പം വിളിച്ചു. ഒരു ബ്രദറാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ ബ്രദറാണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അവൾ PSC എക്സാം എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ മറ്റു കോച്ചിങ്ങൊക്കെ പോകുന്നുണ്ട്. അവളുടെ അവസ്ഥ ഇതാണ്. അവിടെ കല്യാണം കഴിക്കുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതവിടെ വിട്ടു ആ വിഷയം. അവർ മറുപടി ആ സംസാരം അധികം മുന്നോട്ട് പോയില്ല. താങ്കൾ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് അപ്പോൾ കണ്ടത്? അതെ, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ്. ഞാൻ താങ്കളിലേക്ക് വരട്ടെ. വളരെ എന്താ പറയുക, സാധാരണ രീതിയിൽ നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും, അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ട് കാണുമ്പോൾ. പക്ഷെ ഞാനിന്ന് കണ്ടത് താങ്കൾ ലിഫ്റ്റിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ചിരിച്ചുകൊണ്ടാണ് താങ്കൾ വന്നിരുന്നത്. എന്താണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്? എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ്. അത് ജനറ്റിക് ആയിട്ടുള്ള അസുഖമാണ്. ഇത് എപ്പോഴാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് എൻ്റെ 12ാമത്തെ വയസ്സിൽ. അപ്പോൾ എൻ്റെ ബ്രദറിനാണ് ഫസ്റ്റ് കാണുന്നത്. അവന് 14 വയസ്സായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ അവന് ഫുട്ബോളെല്ലാം കളിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയും ഇങ്ങനെ വീഴുന്നുണ്ടെന്നാ നോക്കണമെന്ന്. അങ്ങനെ നമ്മൾ വീട്ടുകാരെല്ലാം നോക്കാം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ അവൻ്റെ മസിൽ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ അയച്ചപ്പോഴാണ്
ഇങ്ങനെ ഒരു മസ്കുലർ ഡിസ്ട്രോഫിയാന്ന് അറിഞ്ഞവനെ. അപ്പോൾ താഴെ കുട്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ CPK ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് മാത്രമേ എനിക്ക് ചെയ്തിട്ടുള്ളൂ. CPK നല്ല ഹൈ ആയിരുന്നു. അപ്പോൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞു, ഈ അസുഖം ഉണ്ട് കുട്ടിക്ക് എന്ന്. അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ അസുഖം 12 വയസ്സും 14 വയസ്സും നിങ്ങൾ കുട്ടികളാണ്. അതുവരെ ഓടിച്ചാടി നടന്നതാണ്. ഓടിച്ചാടി ഒരു അസുഖമില്ലായിരുന്നു. നോർമൽ അപ്പൊ ആദ്യം ബ്രദറിന് ഈ പ്രശ്നം വരുന്നു, തൊട്ടു പുറകെ താങ്കൾക്കും വരുന്നു. എനിക്കും വരുന്നു. ഈ അസുഖം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് ശാരീരികമായിട്ട്? ശരീരം സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായി തുടങ്ങി, പിന്നെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി, അങ്ങനെ ബലക്കുറവ്, നമുക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് വീണ് പോവുക, ഓടാൻ കഴിയുന്നില്ല, ഓടുമ്പോൾ വീണ് പോവുക, അങ്ങനെയാണ് അപ്പൊ ഫസ്റ്റ്. ശരീരം നമുക്ക് പെയിനുകളൊന്നുമില്ല, പെയിനൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ ഒരു ബലക്കുറവ്. എഴുന്നേക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം, സഹായം വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചെഴുന്നേക്കണം. ബലമില്ലാത്തൊരവസ്ഥ, അത് പെയിനൊന്നും അല്ല, ആ. എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു നടന്നു കഴിയുമ്പോഴത്തേക്കും വീണു പോവും. വീണ് പോവും. ഞാൻ താങ്കളുടെ കയ്യിൽ പോലും ഇതെന്ത് സംഭവിച്ചതാണത്? ഇതിപ്പോ 2 ദിവസം മുന്നേ ഒന്ന് മൂക്കും കുത്തി വീണതാണ്. വീണു അത്. വീണു. അപ്പൊ എപ്പോ വേണമെങ്കിലും വീഴാം, എപ്പോഴും വീഴാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു അതിന് അവസ്ഥ. അസുഖത്തിന് മരുന്നുകളില്ല, ഒരു മരുന്നുമില്ല. ഇംഗ്ലീഷിൽ മരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആയുർവേദത്തിലൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. ആര്യവൈദ്യ കോട്ടക്കൽ ആയുർവേദശാല, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. അവിടെ ഒന്നുമില്ല, ഇതിന് മരുന്നില്ല. ഇത് ജനറ്റിക്കലി വന്നതാണ്. ജനറ്റിക്കലി വന്നു. താങ്കളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുണ്ടോ? ഇല്ല, അങ്ങനെ ഡോക്ടേഴ്സ് ചോദിച്ചിരുന്നു. ഉമ്മാന്റെ ഫാമിലിയിലോ ഉപ്പാന്റെ ഫാമിലിയോ ആർക്കും ഇല്ല, അങ്ങനെ ഒരു ഇതേ ഇല്ല. എവിടെയെങ്കിലും പഴയ ഇതിലുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ്. പഴയ തലമുറ, നമ്മൾ അറിയാത്ത തലമുറകളിൽ ആർക്കെങ്കിലും ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ടാവും. പക്ഷെ ആ പ്രശ്നം വെച്ചുകൊണ്ടാണ് താങ്കൾ സ്കൂളിൽ പോയത്, അതെ, കോളേജിൽ പോയത്, ജോലിക്ക് പോയത്. അപ്പൊ ആ സമയത്തൊക്കെ ആരെങ്കിലും സഹായിക്കും? ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മള് എപ്പോഴും ഒരു നല്ല താങ്ങായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവലുണ്ട് കൂടെ. ഓരോ ക്ലാസ്സിലും ഓരോരോ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊക്കെ കൈ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറലും അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പ്രപ്പോസൽ വരുന്നത്. അതെ, ലാസ്റ്റിലോട്ട് തിരിച്ചു വരാം. താങ്കൾ ഇദ്ദേഹത്തിന്റെ പിക്ചറാണ് കണ്ടത്. അങ്ങനെ ഒരു സുന്ദരി കുട്ടിയുടെ പിക്ചർ കണ്ടു, ഇതിന്റെ പുറകെയാണ്. അവസാനം എന്ത് സംഭവിച്ചു? പിന്നെ ഈ ബ്രദറിനെ വിളിച്ച് ഫോൺ വെച്ചു, പക്ഷേ അത് കാര്യമായ ഒരു ഇതുണ്ടായിട്ടില്ല, ഒരു നീക്കുപോക്കില്ലാത്തപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അടുത്ത വഴികളൊന്നുമില്ല. അങ്ങനെ ഇവിടെ പഠിക്കുന്നത് ബ്രദറിന്റെ വാക്കെന്ന് കേട്ടതാണ്. ഇങ്ങനെ ഇന്ന കോളേജിലാണ് പഠിച്ചത്, കോളേജിന്റെ മമ്പാട് MES കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഫേസ്ബുക്കാണ് അന്നത്തെ ഏക ആശ്രയം. ഫേസ്ബുക്കിൽ മമ്പാട് MES കോളേജ് എന്നിട്ട് ആ ഒരു ഏകദേശം അവളുടെ ഏജും വെച്ചിട്ട് ആ ഒരു കോളേജിൽ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഏകദേശം ഒരു 100-120 ആൾക്ക് റിക്വസ്റ്റ് അയച്ചു. ഫ്രണ്ട് റിക്വസ്റ്റ് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികൾ എല്ലാവർക്കും അയച്ചു. മെസ്സേജ് അയക്കാൻ പറ്റുന്നവർക്ക് മെസ്സേജ് അയച്ചു, ഇന്ന് റീപ്ലൈ തരണം അർജന്റ് ആണെന്നിട്ട്. ആ സമയത്ത് കറക്റ്റ് എനിക്ക് ഇവിടെ പേര് പോലും അറിയില്ല. ആ പ്രൊഫൈലിൽ ഹർഷ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ റിക്വസ്റ്റ് അയച്ചപ്പോൾ ഒരു പെൺകുട്ടി, ഷബാന എന്നിട്ടൊരു പെൺകുട്ടി റീപ്ലൈ തന്നു. ഹർഷ അല്ല, ഹർഷിത എന്നൊരു കുട്ടിയുണ്ട്, ഞാനിങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണ്, അത് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ആ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നി. അങ്ങനെ റിക്വസ്റ്റ് അവൾക്കും അയച്ചിട്ടുണ്ട്, അത് ഇവൾക്ക് ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, പക്ഷേ ഒരാഴ്ചയായിട്ട് റീപ്ലൈ ഒന്നും ഇല്ല. അപ്പോൾ ഈ ഷബാനോട് ഞാൻ പറഞ്ഞത് രഹസ്യമാക്കി വെക്കണം, അവളോട് പറയേണ്ടെന്ന് പറഞ്ഞു. പെൺകുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ്, അത് പറയേണ്ടെന്ന് പറഞ്ഞാൽ പറയുമെന്ന് തോന്നിയോണ്ട് അടുത്ത 5 മിനിറ്റ് കൊണ്ട് ഇവളോട് പറയുകയും ചെയ്തു. ഇവളെനിക്ക് മറുപടി തരികയും ചെയ്തു. അങ്ങനെ വന്ന് പരിചയപ്പെട്ടു ഫേസ്ബുക്ക് വഴി. ഇവളെനിക്ക് റീപ്ലൈ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അത് പരിചയപ്പെട്ടു. അവിടുന്ന് വീട്ടുകാരുടെ എതിർപ്പ്. എൻ്റെ വീട്ടിൽ ഇവളെ പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഉമ്മാനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, ജസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, എന്താ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. കാരണം മകൻ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒന്നും തോന്നില്ല. പിന്നെ ഉമ്മ കുറച്ചും കൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ചോദിച്ചു. കാരണം ഞാനിങ്ങനെ ഒരു കാര്യം വീട്ടിലും പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി, അതായത് ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നൊക്കെ തമാശ വേണം പറയും. അതുകൊണ്ട് വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഈ കുട്ടി ചോദിച്ചു. പിന്നെ നൃത്തത്തിലും വളരെ സൂക്ഷിച്ച് നോക്കിയിട്ടൊക്കെ പറഞ്ഞു എന്തോ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ട് എതിർത്തു. ഉപ്പാരും എതിർപ്പുണ്ട്, ശക്തമായ എതിർപ്പ്. അത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഉമ്മാനും ഉപ്പാനെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവരെന്താണ്, അവരെങ്ങനെയാണ് നാളെ പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഇവക്കും ഇത് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കില്ല, എൻ്റെ പക്വത കുറവുകൊണ്ട് എടുത്തിയാടുന്ന ഒരു തീരുമാനമായിരിക്കും. ഇത് ദൂരത്താണ്, 200-210 കിലോമീറ്റർ ദൂരം, എന്നും പോക്ക് വരവ് എനിക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഞാനിതിന് ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു. കഴിഞ്ഞ 45 വർഷമായിട്ട് ഇപ്പോൾ ഗൾഫിലാണ്, ഏകദേശം 2000-3000 കിലോമീറ്റർ ഇപ്പോൾ അത് നിൽക്കുന്നു. 100 കിലോമീറ്റർ എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നിനും എക്സ്ക്യൂസ് ഞാൻ കണ്ടെത്തി. അതായത് അസുഖം നാളെ എനിക്ക് വരാം, നിങ്ങൾ ആർക്കും വരാം, അപ്പം എന്നോട് ചെയ്തൊരു തെറ്റല്ല അത്. അങ്ങനെ ഇതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. കൂടെ ബ്രദറിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായി. പക്ഷെ ഇവർ അതിനെ എതിർത്തുകൊണ്ടേയിരുന്നു. കുറച്ച് കാലം അങ്ങനെ എതിർത്തു. ഞാൻ ഇവളോട് വാക്ക് പറഞ്ഞു, ഉപ്പാരന്മാരെ സമ്മതില്ലാണ്ട് ഒന്നും നടക്കൂല, പക്ഷെ അവർ സമ്മതിക്കും, വെയിറ്റ് ചെയ്യാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ ഉപ്പാക്ക് ഇവളുടെ നമ്പറും കൊടുത്തു. എന്തായാലും വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാനും ഇവള് രാത്രി നമ്മൾ ഫോണിൽ സംസാരമൊക്കെ ഉണ്ട്.
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോൾ വന്നു. ഞാൻ ആരും കാട്ടെ ഇൻ്റർനാഷണൽ കോളാണ്, നെറ്റ് കോളാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നീ കോൺഫറൻസ് ആക്കുമെന്നു. അവള് കോൺഫറൻസ് ആക്കി എൻ്റെ ഉപ്പാരെ ശബ്ദം മറുവശത്ത്. പേടിച്ചിട്ട് ഫോണൊക്കെ വിറക്കാൻ തുടങ്ങി കയ്യിൽ നിന്ന്. അങ്ങനെ ഫോൺ നിർത്തി ഞാൻ ഫോൺ വെച്ചു അല്ലേ. അങ്ങനെ പിന്നെ ഒന്നും അറിയില്ല. കുറേ നേരത്തെ ഞാനൊക്കെ വേർത്ത് ഒരു വല്ലാത്തൊരു ക്ഷീണം പിടിച്ചു, തരിപ്പ് വന്നു പോയി. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഇവളെ കോൾ എന്നിട്ട് പറഞ്ഞു എൻ്റെ ഉപ്പ വല്ലാണ്ട് ചീത്ത പറഞ്ഞു, എനിക്കിത് പറ്റില്ല ആകിയതായി. ഞാൻ പറഞ്ഞു അതെൻ്റെ ഉപ്പാന്ന് പേടിക്കണ്ട, ഒരിക്കലും നോ പറയില്ല. അങ്ങനെ ഉപ്പ പറഞ്ഞു, ഓള് പറഞ്ഞു ശരിയാണ് സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഉപ്പ സമ്മതിച്ചു. പിന്നെ മകൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവനെ കെട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ ഇവക്ക് പച്ചക്കൊടി കാണിച്ചു. അങ്ങനെ പിന്നെ വിവാഹം ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ പൊതുവെ പറയും ഈ വിവാഹ ആഡംബരം അത് ഞാൻ ചെയ്യൂല. ഒന്ന് പൈസ ഇല്ല, രണ്ടിതൊന്നും കാണിക്കുന്നുണ്ട് അർത്ഥമില്ല എന്നൊക്കെ തോന്നി. നമ്മുടെ നാട്ടിൽ അത് കാസർഗോഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിവാഹ ആഡംബരവും പല കോപ്രായങ്ങൾ നടക്കുന്ന ആളാണ്. ഞാൻ അവിടുന്ന് ഞാനും ബ്രദറൊക്കെ പറയപ്പോഴും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് പലരും അറിഞ്ഞിട്ട് പോലും ഇല്ല. നിലമ്പൂർ വന്ന് അങ്ങനെ ഇവിടെ വിവാഹം കഴിച്ചു. 2018 അപ്പോൾ ആ സമയത്ത് താങ്കൾ ജോലി ചെയ്യാണ്? ജോലി ചെയ്യുന്നു ഞാൻ. ലൈബ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഉള്ളൊരു ഷോപ്പിൽ ബില്ലിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ജോലി രാജിവെച്ചോ? പിന്നീട് രാജിവെച്ചില്ല. അവിടുന്ന് എന്നോട് രാശി പറയലുണ്ട് ഇനി ജോലിക്കൊന്നും പോകണ്ട അങ്ങനെ പറയലുണ്ട്. പിന്നെ ഞങ്ങൾ കാസർഗോഡ് പോകുമല്ലോ എന്തായാലും, അപ്പോൾ പിന്നെ എന്തായാലും ജോലിക്ക് വരാൻ പറ്റില്ല. അതിന് മറ്റൊരു റീസൺ കൂടി ഉണ്ട്. ഇവള് ബൈക്ക് ആക്സിഡൻ്റ് ഒരുപാട് ആക്സിഡൻ്റ് ആയതാണ്. കാരണം ഞാൻ ഇവളെ പരിചയപ്പെടുന്ന കാലത്ത് ഒരിക്കൽ അവളെ വീട്ടിൽ കാണാൻ പോയി. വീട്ടിൽ അവിടുത്തെ ചടങ്ങാണ് മലപ്പുറത്തെ. കാണാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവളെ കണ്ടു. പക്ഷേ ഇവൾ ആ സമയത്ത് ബൈക്ക് എടുത്തുന്നൊരു സ്പീഡുണ്ട്. ആ സ്പീഡ് കൊണ്ട് ഇവൾ പലപ്പോഴും ആക്സിഡൻ്റ് ആയി. ഞാനും ഈ പോകാൻ നിൽക്കണ്ട, ആ സർക്കിളിലൊക്കെ ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവും, ആ കൂട്ടപ്പാട് ടൗണിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവൻ ഈ പോകണ്ട. ചോദിച്ചോട്ടെ, താങ്കൾ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ശാരീരികമായൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഇത്രയ്ക്കൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള അറിയില്ല. അതായത് ഇങ്ങനെ ഒരു അസുഖത്തെ കുറിച്ച് ഞാൻ മുൻപ് കേട്ടിട്ടില്ല. അതായത് ഭിന്നശേഷിക്കാരാൾ കെട്ടണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇതേത് ടൈപ്പാണ്, ഇതെന്താണ് ഇതൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ മാക്സിമം ചിന്തിച്ചു ഒരു പ്രശ്നത്തെ പരിഹരിക്കുക, അതെന്തായിക്കോട്ടെ മാക്സിമം എന്തായാലും ഞാൻ റെഡിയാണെന്നുള്ള രീതിയിൽ മെന്റലി ഓക്കെ. പക്ഷെ വിവാഹ ശേഷമാണ് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് ഇവൾ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കണമെങ്കിൽ അതൊരു വലിയ പ്രയാസമാണ്. ഒന്നെങ്കിൽ മുമ്പിലുള്ള ടേബിളിൽ കുത്തി പിടിച്ച് എഴുന്നേക്കണം. അതും കൂടാതെ ഇവരുടെ ഹെൽത്ത് തന്നെ ഓരോ ദിവസം കഴിയുന്നവരും ഡൗൺ ആവും. അതായത് ഇവർക്ക് 15-ാം വയസ്സ് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റൂല. ഞാനിവിടെ കല്യാണം ഇവർക്ക് ബൈക്ക് ഓടിക്കാം, പക്ഷെ ഇപ്പം പറ്റൂല. കാരണം അത് കുറച്ചു കാലം ചെയ്യാതിരുന്നാൽ പിന്നെ അത് എന്തെന്നേക്കായിട്ട് പോകും. ഇപ്പോൾ ഇവള് നടക്കുന്നുണ്ട്, പിടിച്ച് നടക്കുന്നത് വീഴുന്നില്ല പേടി കൊണ്ട് ഇവളെങ്ങാനും വീൽ ചെയറിൽ ഇരുന്ന പോലെ പിന്നെ ഒരിക്കലും അവർക്ക് നടക്കാൻ പറ്റൂല. അപ്പോൾ ഇവളെ ആ കല്യാണ സമയത്ത് ഇവളുടെ അമ്മാവന്മാർ അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു ഇവളെങ്ങനെയാണ് സ്റ്റെപ്പ് കയറ്റുക, എങ്ങനെയാണ് ഇവൾ ഇരുത്തുക, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എനിക്കൊരു ട്രെയിനിങ് ഒരു ഗുരുക്കന്മാരൊക്കെ എനിക്ക് ഓരോരോ കാര്യം പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ കുറേ കാലം എടുത്തു ഇവളുടെ കൂടെ ഒന്ന് ലൈഫ് സെറ്റ് ആവാൻ. അതായത് വളരെ സ്പീഡിൽ നടന്നുകൊണ്ട് സ്പീഡിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് ഇവളുടെ കൂടെ ഇവളുടെ ടൈമിനൊത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതായത് റാഷിദ് ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാള് സ്ലോ ആയി അർഷിതയുടെ സ്പീഡിലേക്ക് വരേണ്ടി വന്നു. കാരണം ഇവക്ക് എൻ്റെ സ്പീഡിൽ വരാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവക്ക് വേണ്ടി മാറേണ്ടി വന്നു. അത് കുറച്ച് ടൈം എടുത്ത് അത്ര എളുപ്പമൊന്നായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇതുവരെ ഇതിലൊന്നും ഒരു കുറ്റബോധവും ഇല്ല. കല്യാണം കഴിച്ചാൽ പിന്നെ എൻ്റെ ഹെൽത്തിനൊന്നും പറ്റരുത്, അതുവരെ ഇവളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ചിന്ത അത് ഇന്നും ഓക്കെയാണ്. ഒരു തവണ പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. കല്യാണം കഴിച്ച തെറ്റാണ് തോന്നിയിട്ടേ ഇല്ല. ഞാൻ അദ്ദേഹത്തിന് അർഷിതയിലോട്ട് തിരിച്ചു വരാം. അതിനിടയിൽ 2 കുട്ടികളുണ്ട് നിങ്ങൾക്ക്? 2 കുട്ടികൾ. എത്ര വയസ്സായി? വലിയ മോന് 6 വയസ്സ്, മോക്ക് 1.5 വയസ്സ്. ഓക്കെ. അപ്പോൾ മൂത്ത മകൻ അതുപോലെ തന്നെ ജനനത്തോടു കൂടി ഒരു ചെറിയ പ്രശ്നം വന്നു. 5-ാം മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അനോമലി സ്കാൻ ചെയ്തപ്പോഴാണ് കുഞ്ഞിനിങ്ങനെ 2 രക്തക്കുഴലുകൾ മാറിയിട്ടുണ്ട്, അശുദ്ധരക്തവും ശുദ്ധരക്തവും. അപ്പോൾ നമ്മൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമൃതയിൽ പോയി. 5-ാം മാസം തൊട്ട് പിന്നെ ഞങ്ങൾ അമൃതയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് കുട്ടി ജനിച്ചൊരു 3-ാമത്തെ ദിവസം അപ്പോൾ തന്നെ സർജറി കഴിഞ്ഞു. ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. മോള് 1.5 വയസ്സ്. മോള് 1.5 വയസ്സ്. ഞാൻ റാഷിലോട്ട് തിരിച്ചു വരാം. നിങ്ങൾ ലക്ഷ്യബോധമില്ലാതെ നിങ്ങളുടെ വാപ്പ പറഞ്ഞ പോലെ ഉപ്പ പറഞ്ഞ പോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയില്ല എന്നുള്ള ഒരു പേടിയുള്ള ഒരാളായിരുന്നു. അവിടെ നിന്നൊക്കെ ജീവിതം മാറിയോ? ജീവിതം മാറി, ഒരുപാട് മാറി. കാരണം ഇവളെ കെട്ടാൻ തീരുമാനിക്കുന്ന മുതൽ ഞാൻ മാറി തുടങ്ങി. ഫസ്റ്റ് മഹർ വാങ്ങണം. അതിന് ഇത്രയും കാലം പണിയെടുത്ത് ഒന്നെങ്കിൽ വണ്ടി മൂടി പിടിപ്പിക്കും, അതല്ലെങ്കിൽ ഒരു യാത്ര പോകും, അതങ്ങ് തീർക്കും. അതായത് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഞാൻ ഇവർക്ക് മഹർ വാങ്ങാൻ വേണ്ടി പണിയെടുത്ത് തുടങ്ങി. അങ്ങനെ ചുരുങ്ങിയ സമയം, കാരണം ഏതായാലും ടൈം വന്നു, ഈ വീട്ടുകാർ സമ്മതിച്ചു. വീട്ടുകാരുടെ സമ്മതം കിട്ടിയ പിന്നെ കൂടുതൽ ടൈമില്ല, അടുത്തൊരു ഒബ്ജക്ഷൻ വരുന്ന മുന്നേ കാര്യങ്ങൾ തീരുമാനമാക്കണം എന്ന് വെച്ചിട്ട് പിന്നീട് അങ്ങോട്ട് രാവും പകലും പണി തന്നെ. ബ്രദറിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. അങ്ങനെ പോയിട്ട് മഹർ അങ്ങനെയൊക്കെ വാങ്ങി. അത് കണ്ടപ്പോഴാണ് ഇവക്ക് സമാധാനമായി. കാരണം ഇവക്ക് ഒരുപാട് ഇതുപോലത്തെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അവസാന നിമിഷം അത് മുടങ്ങും.
അത് വീണ്ടും ഇവളും പറഞ്ഞു, ഇവളെന്നോട് പരിചയപ്പെട്ട ആൾ പറഞ്ഞൊരു വാക്കുണ്ട്, വെറുതെ ആഗ്രഹം നിന്നിട്ടാണെങ്കിൽ വേണ്ട, എനിക്കിതിന് പറ്റിയ ഒരാളല്ല ഞാൻ. അത് ക്ലിയർ ആയിട്ട് ഇവള് പറഞ്ഞു, കാരണം അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, വേണ്ടാന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ട്. ശരിക്കും തീരുമാനിച്ചിട്ട് മാത്രം ചെയ്താൽ മതി പറഞ്ഞു. ഞാൻ മഹർ ഉണ്ടാക്കി ഇവർക്ക് ഫോട്ടോ അയച്ചപ്പോൾ ഇവർക്ക് സമാധാനമായി. അങ്ങനെ ജീവിതം പിന്നെ ഓരോ കാര്യബോധമായി, കാരണം ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂല ഓരോരോ കാര്യം. അങ്ങനെ മഹറുണ്ടാക്കി കല്യാണം കഴിച്ചു. പിന്നീട് അങ്ങോട്ട് ഉത്തരവാദിത്തം കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ പ്രശ്നമുണ്ട്. കാരണം വിവാഹം കഴിഞ്ഞ് 4-ാം ദിവസം ഇവള് വീണു, കാല് എല്ല് പൊട്ടി, അവിടെ നിന്ന് പരിക്ക് വന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ത് ജോലിക്കാണെങ്കിലും എനിക്ക് ഒരുപാട് ദൂരെ പോകാൻ പറ്റില്ല. ഒരു സർക്കിളിലൊരു വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവണം. പണി എന്തെടുക്കുമ്പോഴും ഞാൻ എപ്പോൾ വേണമെങ്കിൽ വീഴാം, ഏത് സെക്കൻഡിലും. അത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റൂല. എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടുണ്ട്, ഞാൻ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്റ്റ് കാറിൻ്റെ ഡോർ തുറന്ന് എഴുന്നേക്കാൻ ശ്രമിക്കലും അത്രയും ആളെ മുന്നിൽ വീണു. ഒന്നും ചെയ്യാനില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ നിൽക്കുന്ന ഒരു ബാലൻസിൻ്റെ പുറത്ത്. ആ കാലോ കയ്യോ ഒന്ന് തെന്നിയാൽ നമ്മളാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പിടിക്കാൻ പറ്റും, ഇവർക്ക് പിടിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഇവർക്ക് ഈ നടുവോ ഇല്ലെങ്കിൽ കാലിൻ്റെ മുട്ടോ മടങ്ങിയാൽ പിന്നെ താഴെത്തി നല്ലാതെ പറഞ്ഞില്ല. ആ താഴത്തിൽ ചിലപ്പോൾ വലിയ പരിക്കിൽ അവസാനിക്കാം, തലയടിച്ച് വീഴാം, എന്തും സംഭവിക്കാം. ചിലപ്പം ജീവൻ വരെ പോവാം. കാരണം അടിക്കുന്നത് അങ്ങനെയാണ് വീഴൽ. കാരണം ടെൻഷനിലാണ്. കാരണം എനിക്കൊരു കോള് വരുമ്പോൾ ഞാൻ ചിന്തിക്കും ഇതാണോ. അവിടെ ഇപ്പം വീട്ടിൽ ക്യാമറ വെക്കും, ചുറ്റും നോക്കും, ഇടക്കിടക്ക് പുറത്ത് വിലക്കെ നോക്കും. ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഭാര്യയെ സംശയമായിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്, എനിക്ക് ബസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. സംഭവം അതല്ല, ഇവള് വീട്ടിൽ നിന്ന് തുണി ആറിയിടുമ്പോഴും മറ്റോ അവിടെയൊക്കെ ക്യാമറ വെച്ചാൽ നോക്കും. ചിലപ്പോൾ ഇവർ വീണ് കഴിഞ്ഞാൽ അറിയൂല. റീസെൻ്റ്ലി ഇവളുടെ ബ്രദർ വീണു, 20 മിനിറ്റ് വരെ ആരും ഒന്നും അറിയില്ല. പുള്ളിക്കാരൻ നിലവിളിക്കുന്നുണ്ട്, പുറത്താരും കേൾക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും ബ്ലീഡിങ് ആയിട്ടുണ്ടെങ്കിൽ ആൾ മരിച്ചു പോയാൽ. ആ നിമിഷം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ പക്ഷെ ആരും അറിയുന്നില്ല. കൈലാസം വീഴുമ്പോൾ ഫോൺ തെറിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. താങ്കളപ്പോൾ ഇപ്പം നിലമ്പൂരാണ്, ഭാര്യയും കുട്ടികളുമായി അവരുടെ വീട്ടിലാണ് അല്ലേ? അവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഭാര്യ വീട്ടിലല്ല, നമ്മളവിടെ ഒരു വീടെടുത്തു. വീട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ആദ്യം വാടക വീട്ടിൽ എടുത്തു. നമ്മൾ ഈ സമയത്ത് കാസർഗോഡ് ഒരു വീടെടുത്ത് പണി തുടങ്ങിയിന്. ചെറിയ രീതിയിൽ അത്യാവശ്യം ലിൻഡലൊക്കെ വാർത്തു. പക്ഷേ എൻ്റെ വീട്ടുകാർക്കൊരു പേടി, ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ. കാരണം ഇവള് ചില സമയത്ത് ഒന്ന് വീഴുന്നതിൻ്റെ പകുതി എത്തും, ഇടങ്ങ് ചാരി നിൽക്കും. എൻ്റെ വീട്ടുകാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, പേടിയാണ്. കാരണം അവർക്ക് എന്തെങ്കിലും പറ്റുമോ, കാരണം മറ്റൊരാളുടെ മകള് എൻ്റെ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ് എൻ്റെ വീട്ടുകാർക്ക്. അപ്പോൾ കുറേ കാലം എല്ലാവരും പറഞ്ഞു ഇവളെ നാടാണ് സേഫ് എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം നമ്മൾ അവിടുത്തെ വീടും സ്ഥലമൊക്കെ കൊടുത്തു, അവിടുത്തെ ഇതാക്കിയിട്ട് ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു 5-8 മാസം വാടക വീട്ടിൽ നിന്ന്, ഭാര്യ വീട്ടിലേക്കാൻ താല്പര്യം കുറവായതുകൊണ്ട് കുറച്ച് മാസം വാടക വീട്ടിൽ നിന്നും അവിടുത്തെ സ്ഥലം കൊടുത്തു. ഇപ്പം നിലമ്പൂർ പൂക്കോട്ടമ്പാടത്തൊരു വീടെടുത്തു. അപ്പോൾ അപ്പോഴും ഈ ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ വർക്ക്, വെൽഡിംഗ് വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. മറ്റ് വർക്കുകൾ ഇപ്പോൾ ഒരാൾ തന്നാൽ അത് ചെയ്യും. ഈ ഉപ്പാരെടുക്കുന്നത് കുറച്ച് പഠിച്ചത് കൊണ്ട് അതൊക്കെ ചെയ്ത് നോക്കും. പക്ഷെ അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാവുന്നത്. ഈ സാധാരണ ഭർത്താക്കന്മാരുടെ ഫോണൊക്കെ എടുത്ത് നോക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഭാര്യമാർ. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി പോയി. എന്താ സംഭവം? ഫോൺ എടുത്ത് നോക്കേണ്ട കേസില്ല. നമ്മുടെ ഇടയിൽ ഒരു ഇതുമില്ല. ഫേസ്ബുക്ക് പാസ്വേഡ് എല്ലാം ഓപ്പൺ ആണ്. ഞാനാണെങ്കിൽ കൂടുതൽ ഇതായിട്ടില്ല. ഞാൻ ഈ എനിക്കൊരു റിലേഷൻ വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇവളോട് പറഞ്ഞു. പക്ഷെ അത്ര ഗൗരവത്തിലെടുത്തിട്ടൊന്നുമില്ല. അത് ഓക്കെയാണ്. ഇവക്കും കുറേ ഉണ്ടായിരുന്നു, 5-6 ഇവക്കും ഉണ്ടായിരുന്നു പറഞ്ഞു. നമുക്കത് ജസ്റ്റ് ഒരു ഫൺ മൊമെന്റ്, അതിൻ്റെ അപ്പുറത്തൊന്നും ഇതില്ല. പക്ഷെ ഒരു ദിവസം രാത്രി പതിവ് പോലെ പകൽ നമ്മൾ എന്തെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കട്ടെ ഫോൺ കൊടുക്കും. ഞാനത് കൊടുത്ത് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ രാത്രി എപ്പോഴും 2 മണി 3 മണി സമയമാകുമ്പോൾ കണ്ണോട് നോക്കുന്ന സമയത്ത് ഇവൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ ആദ്യം വെച്ച് എന്താ ഇവൾ ഫോണിൽ കളിച്ചിട്ട് ഞാൻ ചോദിക്കണം എന്ന് നിന്നതാണ്. പക്ഷെ ഫോൺ നോക്കിയ സമയത്ത് വാട്സപ്പ് നോക്കുകയാണ്. അതെൻ്റെ ഫോണാണ്. വാട്സപ്പ് ഈ മണിക്കൂർ അത്ര നിർത്താതെ വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. അതിൽ പേരും കൂടി നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. കുറച്ച് കാലം മുന്നേ എനിക്ക് ഉണ്ടായ ഒരു റിലേഷൻ ആയിരുന്നത്. അവർ ഇത് കണ്ടപ്പോൾ ഇവൾ എന്നോട് ചോദിച്ചു ഏതാണ് ഈ പെൺകുട്ടി. ഞാൻ പുറകെ നിന്ന് ഉണർന്ന കാര്യം ഇവർക്ക് മനസ്സിലായി. ഏതാണ് ഈ പെൺകുട്ടി, എന്താണ് ഈ കിൻസ് ഐസ്ക്രീം. ഈ ചാറ്റ് മൊത്തം വെച്ചിട്ട് ഇവൾ എന്നോട് ചോദിച്ച കാര്യമാണ്. ഏതാണ് ഈ പെൺകുട്ടി, എന്താണ് ഈ കിൻസ് ഐസ്ക്രീം, ഏതാണ് ഈ പെൺകുട്ടി. ഈ 2 ചോദ്യം അവള് ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഞാൻ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ കുറച്ച് കാലം മുന്നേ ഞാൻ പറഞ്ഞൊരു കേസാണ്, ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ്. ഈ ഒരു ഐസ്ക്രീം എൻ്റെ ഒരു സംരംഭമാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും, സോജോ എന്ന് പറയും, സുഹൃത്തും എൻ്റെ ബ്രദറും കൂടി നമ്മൾ ചെയ്താന്ന്. കുറച്ച് കാലം കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. റഷീദ്, ഞാൻ ചോദിക്കട്ടെ, ഇത് ഹർഷിത, ഇതൊരു വലിയ സെൻസിറ്റീവായ കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു ഭാര്യ ഇതുപോലെയൊക്കെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അവിടെ തീർന്നു, പിന്നെ പൊട്ടിത്തെറിയായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്തത്? ഞാൻ ആ 2 ചോദ്യം ചോദിച്ചു. ഏതാണ് ആ പെൺകുട്ടി, എന്താണ് ഈ കിൻസ് ഐസ്ക്രീം എന്ന്. പക്ഷെ നിങ്ങൾ കയറി പിടിച്ച കിൻസ് ഐസ്ക്രീമിലാണ്, പെൺകുട്ടിയിലല്ല. അതെന്തുകൊണ്ട്? അത് എന്നോട് നേരത്തെ കല്യാണത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഐസ്ക്രീമിൻ്റെത്. ഞാൻ അന്ന് വലിയ കാര്യമാക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു ചാറ്റ് ഞാൻ വായിച്ച ടൈമിൽ ഇതിൽ കൂടുതൽ പറയുന്നത് ഈ കിൻസ് ഐസ്ക്രീമിനെ പറ്റിയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് അസ്ഥിക്ക് പിടിച്ചൊരു സംഭവമാണ്, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അങ്ങനെയാണ് ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ കുട്ടീനോട്. അപ്പം ഞാൻ കൂടുതൽ അതിലുള്ളത് കിൻസാന്ന് മാത്രമാണ്. അപ്പം ഞാൻ ഈ പെൺകുട്ടീനെ ഞാൻ മറന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ
കല്യാണത്തിൻ്റെ മുന്നേ ഉള്ള ഒരു ചാറ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ എനിക്ക് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം കല്യാണത്തിന് മുന്നേ എനിക്കും റിലേഷൻ ഉണ്ട്, റാഷിക്കുണ്ട്, എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാൻ അത് വല്ലാതെ മൈൻഡ് വെച്ചില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു കിൻസ മാത്രമേ ഇതിൽ കൂടുതൽ കാണുന്നുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹത്തോട്? എന്താ ഈ കിൻസാന്ന് ചോദിച്ചു ഞാൻ. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അത് ഒരു അസ്ഥിക്ക് പിടിച്ചൊരു സംഭവമാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു അതെന്തായാലും നമുക്ക് ചെയ്യണം. അത് എനിക്കും ഭയങ്കര ആഗ്രഹമാണ്, ഇങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക, ഒരു ബിസിനസ് മാൻ ആവുക, അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞപ്പോ ഫസ്റ്റ് എന്താ പറഞ്ഞത്? എന്തായാലും അത് ചെയ്യണമെന്ന്. അപ്പോ ഒരു ചാറ്റില് പണ്ടെന്നുള്ള ചാറ്റ് പിടിച്ചതാണ്, പക്ഷെ അതിൽ കയറി കിൻസ അദ്ദേഹം പറഞ്ഞപ്പോ എന്താ തോന്നിയത്? കിൻസ തുടങ്ങണം ഫസ്റ്റ് എന്നോട് പറഞ്ഞു ഇത് വീണ്ടും തുടങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്താണ് ഇതിന് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ അന്നത്ര കാര്യമൊക്കെ എടുത്തില്ല ഈ ഒരു വിഷയം, എനിക്ക് അത്രത്തോളം അറിവില്ല ബിസിനസ്സിൽ, പിന്നെ ഞാൻ കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടൊരു സംരംഭം. വീണ്ടും തുടങ്ങാൻ എന്ത് വേണമെന്ന് പിന്നെ ചോദിക്കുന്നുള്ളൂ. കയ്യിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, എന്നാലും ചോദ്യം അത് മാത്രമാണ്. ഞാൻ പറഞ്ഞ അത്ര എളുപ്പമല്ല, ഞാനില്ല എന്ന് പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ വെച്ചു. ഞാൻ പറഞ്ഞു അത്ര എളുപ്പമല്ല, ഈസി അല്ല പറഞ്ഞു. പറഞ്ഞു ഓക്കെ, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ, എനിക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, കൂടെ നിൽക്കാൻ പറ്റുമോ വെച്ചു. ഞാനെന്നാൽ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ആ സമയത്തൊന്നും ചെയ്തില്ല. അപ്പോഴും ഞാൻ ഈ ഇൻഡസ്ട്രിയൽ വർക്ക് പോയിട്ട് പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇൻഡസ്ട്രിയൽ വർക്ക് എന്ന് ഡൗൺ ആവുന്ന 2 ദിവസം വർക്കില്ല, അപ്പോൾ ഇവൾ പറയും നമുക്കത് തുടങ്ങാമെന്ന് പറയും. കാരണം ഈ സബ്ജക്റ്റ് മൈൻഡിൽ നമ്മൾ വിടുന്നേ ഇല്ല. അങ്ങനെ കുറേ വർഷം അവിടെ പിന്നെയും കാസർഗോഡത്തെ ജീവിതത്തോളം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിലമ്പൂർ സെറ്റിൽ ഇടാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഈ ജോലി, ഇൻഡസ്ട്രിയൽ ജോലി ഇനി ഇവിടെ വേണ്ട, ഇവിടെ അവർ അഡ്രസ്സ് ഉണ്ടാക്കുന്നതിൽ നല്ല നമുക്ക് പുതിയൊരു അഡ്രസ്സ് ഉണ്ടാക്കാം. ഏതായാലും അവിടെ കാസർഗോഡിൽ നിന്ന് കിൻസ ഐസ്ക്രീം ഇവിടെ നമുക്ക് വീണ്ടും അത് തുടങ്ങാം. അങ്ങനെ കിൻസ തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ അതിനിടയിൽ നിങ്ങൾ ഈ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. റീൽസ് ചെയ്യുന്നത് ഇതിൽ ആരാണത് ആദ്യം തുടങ്ങിയത്? ഞാനാണ്. എന്ത് റീൽസ് ആയിരുന്നു? ഫസ്റ്റ് തുടങ്ങിയ നമ്മളൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ റാഷി ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും വരില്ല, ഭയങ്കര ഷൈ ആണ്. അപ്പം ഞാനിങ്ങനെ ഇതാക്കും, എനിക്ക് എന്തായാലും തുടങ്ങണം. ഞാൻ ആദ്യം ഇങ്ങനെ ഡബ് സ്മാഷും ആ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാഷി ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ചാനൽ തുടങ്ങണം, നമുക്ക് എന്തായാലും ഒരുമിച്ച് തുടങ്ങാം. അങ്ങനെ ഒരു ചാനൽ തുടങ്ങി. അത് സ്പാർക്കിൾ ലൈഫ് ബൈ അർഷി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അത് എന്ത് ടൈപ്പ് റീൽസ് ആണ് നിങ്ങൾ എടുക്കുന്നത്? തുടക്കത്തിൽ കിച്ചൺ വീഡിയോസ് ആണ്, ഇവളുടെ പാചകവും മറ്റുമൊക്കെ. അപ്പൊ പതിയെ ഇതുപോലത്തെ ഇന്റർവ്യൂസുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പതിയെ അകത്തേക്ക് വലിച്ചിടാൻ തുടങ്ങി. കാരണം ഞാൻ ഇതിൽ വരണം, സെൽഫി എടുക്കണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ വേണം എന്നുള്ളത് ഇവളെനിക്ക് പഠിപ്പിച്ചാണ്. കാരണം വെച്ചാൽ സെൽഫി എടുക്കണം, കൂടെ ക്യാമറയിൽ മുമ്പിൽ വരണം. ഇല്ല, ഞാൻ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ മുമ്പിൽ ക്യാമറ ഉണ്ടാവും. ആ ക്യാമറയിൽ പോലും പെടാതെക്കാൻ പുറകിലേക്ക് കൂടി പോയി ചോറിക്കുന്ന ഒരാളാണ്. കാരണം അത്രയും ക്യാമറ ഞാൻ ഫേസ് ചെയ്യലില്ല. അങ്ങനത്തെ ഒരാൾ പിന്നെ വീഡിയോയിൽ വരണം, ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. ഇവൾ എന്നോട് എൻ്റെ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഞാൻ പതിയെ എന്നെ ഇതിലേക്ക് വീഡിയോയിലേക്ക് വരുത്താൻ തുടങ്ങി. അങ്ങനെ അത് പതിയെ അവിടെ കുറച്ചു കാലം പോയി. പിന്നെ അത് പതിയെ ഡൗൺ ആയി, കൂടുതൽ ഇതാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോയത്. അപ്പോൾ ഗൾഫിൽ പോയി അവിടെ അബുദാബിയിൽ അഡ്നോക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെയിനിങ് പീരീഡ് 1 മാസം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു ഇതൊക്കെ, ആരെക്കുറിച്ചും എന്തും പറയാം, നമ്മളെ കൺമുന്നിൽ കാണുന്നതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാം. അപ്പോൾ അപ്പോഴും ഈ മറ്റുള്ളവർ കാണുമോ എന്നുള്ള ചിന്തയുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് പിടിച്ചിരിക്കുന്ന മറ്റുള്ളവർ കാണോ. ഞാൻ അവിടെ മേലെ ജനറേറ്റർ റൂമുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ട്. എന്നാൽ അവിടെ പോയിരുന്നിട്ട് അത്യാവശ്യം നാട്ടിൽ കാണുന്ന മതപരമായോ ഇങ്ങനെ പൊളിറ്റിക്കലി എന്തെങ്കിലും ഒരു ഇൻകറക്റ്റ് കാണുമ്പോൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കും. കുറേ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു. പക്ഷേ അപ്പോഴും ഈ ഒരു ചിന്തയുണ്ട്, ആരെങ്കിലും കാണോ, ഒളിഞ്ഞു നോക്കുകയെന്ന് വെച്ചാൽ. പക്ഷെ അത് പതിയെ മാറി തുടങ്ങി. പിന്നെ അവിടെ അബുദാബി ബസ് സ്റ്റാൻഡിൽ പോയിരുന്ന വീഡിയോ ചെയ്യാനൊക്കെ ധൈര്യം വന്ന് പതിയെ. അങ്ങനെയാണ് ഈ റീൽസിൽ കൂടുതലായിട്ട്. അപ്പോൾ നല്ല റീച്ചുമാണ്, ഈ ഒരു വിഷയം സംസാരിക്കും, നല്ല റീച്ചാണ്. പക്ഷേ പല പ്രതികരണങ്ങളും പ്രതിഷേധത്തിന് വരെ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ, നമ്മളിപ്പോൾ ഒരു മതപരമായ ഒരു പറഞ്ഞാൽ അത് ആളുകൾ ഒരു വെപ്പണായിട്ട് മറ്റു പല ഗ്രൂപ്പുകളിൽ ഉപയോഗിക്കും. അതായത് അത് അതിൽ നിന്ന് ആരും തിരുത്താനോ പഠിക്കാനോ ശ്രമിക്കില്ല, പക്ഷേ അത് ആളുകൾ ഉപയോഗിക്കും മറ്റു പല ഗ്രൂപ്പുകൾ. പക്ഷെ വലിയ ഗുണമില്ലാന്ന് കണ്ടപ്പോൾ പതിയെ ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങി. പിന്നെ കുറേ തെറിവിളികളും കുറേ ഇതൊക്കെ ഉണ്ടാകും, കുറേ പാർട്ടിക്കാരെ വകയും കുറേ മതപരമായിട്ടൊക്കെ തെറിവിളികളും ഉണ്ടാവും. അപ്പോൾ പതിയെ അതങ്ങ് നിർത്തിയത് ആ ഒരു ഇത് വീഡിയോ ചെയ്യുന്നത്. ഞാൻ കിൻസയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് ഒരാൾ കൂടെ നിൽപ്പുണ്ട്, തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം കിൻസ തുടങ്ങിയോ? കിൻസ തുടങ്ങി. അതായത് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, കാര്യമായിട്ട് കുറച്ച് ഗോൾഡ് ഉണ്ട്, ചെറിയ ലോണൊക്കെ എടുക്കാം. ആ തീരുമാനത്തിൽ 2024 വീണ്ടും അതിൻ്റെ പണി തുടങ്ങി. ഇൻവെസ്റ്റ്മെൻറ്റ് ഡൗൺ ആയതുകൊണ്ട് അറിയുന്ന പണികളൊക്കെ പരമാവധി ഒറ്റയ്ക്ക് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അങ്ങനെ തുടക്കത്തിൽ ചെയ്യുമ്പോഴുള്ള മെഷീനറി സപ്പോർട്ടും അത്ര സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ല. പക്ഷേ ഇവള് പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് ഒരു പ്രൊഡക്റ്റ് തുടങ്ങാം, ബാക്കി നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാം, ബാക്കി പതിയെ. അതായത് തുടങ്ങാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങാൻ തീരുമാനിച്ചു. അവസാനം എങ്ങനെ നോക്കിയാലും മെഷീനറിക്ക് വലിയൊരു കോസ്റ്റാണ്. മെഷീനറിയുടെ കോസ്റ്റ് എങ്ങനെ കുറക്കാൻ തീരുമാനിച്ചപ്പോൾ അവസാനം നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലേ, ഒരു കുൽഫി ചെയ്യാൻ തീരുമാനിച്ചു. ചെറിയൊരു ഐസ് കാൻഡി എന്ന് പറയാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്തും നെഗറ്റീവാണ് ചുറ്റും എല്ലാവരും. ഇത് നടക്കുന്ന കാര്യമല്ല, ആ രീതിയിൽ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ എന്നാലും ശ്രമിച്ചു.
അങ്ങനെ പഴയ നമ്മുടെ 90s കിട്ടുന്നൊരു ടൈപ്പ് കുൽഫി ഉണ്ട്, അതായത് ഒരു കപ്പിൻ്റെ അകത്ത് വരുന്നൊരു ടൈപ്പ് കുൽഫി. അപ്പോൾ ആ ഒരു മോഡൽ ചിന്തിച്ച് നമ്മൾ മറ്റ് പല ഗുജറാത്തിലും മറ്റൊക്കെ കപ്പിന് ട്രൈ ചെയ്തു. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി നടന്നില്ല. അവസാനം ആ മോഡൽ പേപ്പർ കപ്പിൽ കിട്ടി. ഓക്കെ. അതായത് പേപ്പർ കപ്പിൽ ഒരു കുൽഫി. അപ്പോൾ ഇതുണ്ടാക്കണം നമുക്ക് ഈ വലിയ മെഷീനറി വേണ്ട, മെഷീനറി ഇല്ലാതെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അങ്ങനെ മെഷീനറി ഇല്ലാതെ ഈ കപ്പ് നമ്മൾ ഓർഡർ കൊടുത്തു. അങ്ങനെ ആ കപ്പൊക്കെ ഓർഡർ വന്നു. പിന്നെ ആദ്യം ഐസ്ക്രീം ബിസിനസ് ചെയ്ത കോൺഫിഡൻസ് കൊണ്ടാവാം, ഓവർ കോൺഫിഡൻസ്, അതുകൊണ്ട് ഈ ഒരു ഏകദേശം 2000 ഐസ് ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കി മാംഗോ ഫ്ലേവറിൽ. അത് നിലി പരാജയപ്പെട്ടു. അതായത് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ആ കൊടുക്കുന്ന ഐസ്ക്രീം ഒരിക്കലും ഒരു കസ്റ്റമർ റിപ്പീറ്റ് ചെയ്ത് വാങ്ങും തോന്നിയില്ല. അങ്ങനെ 2000 ഐസും നമ്മൾ നശിപ്പിച്ച് കളയേണ്ടി വന്നു. അതായത് നമുക്കിതൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നില്ല. ചിലവ് ചുരുക്കാന്ന് പറയുമ്പോൾ എല്ലാ മെഷീനറി അങ്ങോട്ട് നമ്മൾ ഒതുക്കി കളഞ്ഞു. ഏറ്റവും സിമ്പിളായിട്ട് മാനുവലായിട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഐസ്ക്രീമിൻ്റെ ഒരു ചർണർ എന്നൊരു സാധനമുണ്ട്, ഐസ്ക്രീം ക്രീമി ആക്കുന്ന ഒരു സാധനം. അത് ചെയ്യുവാണെന്ന് തോന്നി. അപ്പോഴും ഫണ്ടില്ല. ചെറിയൊരു ലോൺ അറേഞ്ച് ചെയ്തു. അതായത് ഏറ്റവും വില കുറഞ്ഞ മെഷീൻ, സാധാരണഗതിയിൽ വരുന്നതിൻ്റെ പകുതി വിലക്ക് UP എന്നൊരു മെഷീൻ എടുത്തു. അത് കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഒരു വലിയ ചതി നടന്നിട്ടുണ്ട് അതിൻ്റെ പുറകിൽ നിന്ന്. അതായത് കൊണ്ടുവന്ന അന്നൊരു കംപ്ലയിൻറ്റ്, അത് പരിഹരിച്ചു. വീണ്ടും 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 അതിന് കംപ്ലയിൻറ്റ് വന്നു. കമ്പനി വാറണ്ടി തരുന്നില്ല, അവരും മൈൻഡാക്കുന്നില്ല. ഓരോന്ന് പരിഹരിച്ച് അവസാനം നമ്മൾ ആ മെഷീൻ റെഡിയാക്കി എടുത്ത് നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കി. അപ്പോഴും നമ്മൾ പുറത്ത് വിട്ടില്ല, പൂർണ്ണമായി ഓക്കെ ആയില്ല. അതിൽ നമ്മൾ റെസിപ്പിയും സ്റ്റെബിലൈസറൊക്കെ വീണ്ടും വീണ്ടും മാറ്റി ഡെവലപ്പ് ചെയ്ത് അവസാനം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. എന്നിട്ട് നമ്മൾ നടത്തു കുറച്ച് ഷോപ്പുകളിൽ കൊടുത്തു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാൻ ധൈര്യം പോരാ, കാരണം എന്താണ് ഇതിൻ്റെ ഇത് അറിയില്ലല്ലോ, റെസ്പോൺസ് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് കടകളിൽ കൊടുത്തു. നാട്ടിലുള്ള 1-2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, മലബാർ എന്നുള്ള മറ്റ് കുറച്ച് ബേക്കറികളിലൊക്കെ കൊടുത്തു. അവിടെ നിന്ന് അവർ ഫസ്റ്റ് ദിവസം കൊടുത്തു, 2ാം ദിവസം 3ാം ദിവസം അടുക്കടുക്കില്ല ദിവസങ്ങൾ, അത് നോമ്പ് കാലത്താണ്. അടുക്കടുക്കതിന് ഓർഡർ വന്നു തുടങ്ങി. ഫസ്റ്റ് ഒരു ദിവസം 2 ബോക്സ് വെച്ചത് 5ാം ദിവസം നമുക്ക് 11 ബോക്സായി അവിടെ. അത് മറ്റൊരാളുടെ ഫ്രീസറിലാണ് വെക്കുന്നത്, മറ്റ് കമ്പനിക്കാരുടെ. അതൊരിക്കലും പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഷോപ്പുകളിൽ വെക്കുന്നത് പതിയെ കുറയാൻ തുടങ്ങി. അത് സാധനം മോശമായിട്ടാണോ, കംപ്ലയിൻ്റ് ഉണ്ടോ, നമ്മളെ പ്രൊഡക്റ്റും എന്തെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. ഷോപ്പിൽ ചില സ്റ്റാഫുകൾ പറഞ്ഞു തന്നു, ഇങ്ങനെ ഫ്രീസറിൻ്റെ ആളുകൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഫ്രീസറാണ്, അവരെ ഭാഗത്തൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ ഒരു ബോക്സ് വെക്കുമ്പോൾ പ്രശ്നമില്ല, 10 ബോക്സ് വെക്കുമ്പോൾ ഫ്രീസറിൻ്റെ നല്ലൊരു ശതമാനം പോകും. അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. പതിയെ ഷോപ്പുകാർ പിൻവലിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കുറേ നോക്കി. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നാമത് ഈ നാട് എനിക്ക് അറിയില്ല, നാടറിയില്ല, ആ നാട്ടുകാരറിയില്ല, അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരെന്നറിയില്ല. പക്ഷേ കുറച്ച് ആളുകളൊക്കെ കണ്ട് സംസാരിച്ചു, പക്ഷെ ആരും ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നില്ല. വീണ്ടും പിന്നെ പതിയെ പോലെ കുറച്ച് ഷോപ്പുകളിലൊക്കെ കൊടുത്തു. പക്ഷേ ഓരോ ദിവസം കഴിയുന്നവർ ഇത് ബുദ്ധിമുട്ടിലേക്ക് പോയി. ഏകദേശം വീണ്ടും ഒന്നാമത്തെ പോലെ തന്നെ ഇത് സംരംഭം കൂട്ടുന്നുള്ള വാക്കിലേക്ക് എത്തി. ഇത് കുറേ പ്രശ്നങ്ങൾ ഇവളെ അറിയിച്ചിട്ടില്ല, കാരണം ചുമ്മാ ഇവളെ പ്രഷറാക്കിയിട്ട് ഇതിനെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇവളെ അറിയുന്നില്ല പല പ്രശ്നങ്ങളും. ഞാനെല്ലാം ഓക്കെയാണ്, സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഏറെക്കുറെ ഒരു ഡെഡ് എൻഡ് എത്തി. അതായത് വീട്ടിൽ കറണ്ട് ബില്ല് അടക്കം പോലെ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിലെത്തി. അങ്ങനെ ഒരു ദിവസം ഇനി എന്തെന്നൊരു പിടുത്തല്ല, തീർന്ന് ഷോപ്പ് അസ്തമിച്ചു എന്ന് തോന്നി. അങ്ങനെ ഒരു ദിവസം ബൈക്ക് എടുത്ത് വെറുതെ ഇറങ്ങി, ഈ നാടനൊക്കെ അറിയില്ല. അങ്ങനെ പോയി വണ്ടൂരെത്തി. വണ്ടൂർ അങ്ങാടി എത്തിയപ്പോൾ അവിടെ ഒരു ഏജൻസി ഉണ്ട്, അർജുൻ ഏജൻസി. അവിടെ കയറിയിട്ട് ചുമ്മാ അന്വേഷിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരാളെ നമ്പർ തന്നു, ഷെഫീഖ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയെ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. പുള്ളി ഓക്കെ പറഞ്ഞു, കൊണ്ടുപോകാൻ സാധനം കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് അവിടുന്ന് ആ സമയത്ത് ഇപ്പോൾ ആ സംഭവം ഈ 3 മാസമായിട്ടുള്ളൂ. ആ 5 ഷോപ്പുണ്ടായി. പിന്നീട് പുള്ളി എൻ്റെ ഒരു ഗുരുവായി മാറി. എനിക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും പുള്ളിക്കാരൻ എനിക്ക് സപ്പോർട്ട് ചെയ്തു തരും. ഏത് കാര്യം വേണമെങ്കിലും പുള്ളി പറഞ്ഞു തരും. ഈ ഫീൽഡിലുള്ള പല കാര്യങ്ങളും പുള്ളി പഠിപ്പിച്ചു. അടുത്ത 2-3 ഡിസ്ട്രിബ്യൂട്ടർ പുള്ളി കാട്ടിത്തന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ 5 ഷോപ്പുള്ളത് 3 മാസം കൊണ്ട് 250 ഷോപ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി. വെരി ഗുഡ്. കാരണം അതിന് ഈ ഷെഫീഖ് എന്ന് പറയുന്ന പുള്ളി ഒരുപക്ഷെ പുള്ളിക്ക് ഇത് അറിയില്ല ഇപ്പോഴും. പുള്ളി ഇങ്ങനൊക്കെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മളൊരു എൻഡിലാണ് പുള്ളി നമുക്ക് കൈപിടിച്ചെന്ന് പുള്ളി അറിയില്ല ഇതുവരെ. അതായത് പുള്ളി ഇങ്ങനെ ചെയ്തു, സാധാരണ മറ്റ് പല കസ്റ്റമറുടെയും മറ്റ് പല കമ്പനീൻ്റെ ഐസ്ക്രീം എടുക്കുന്ന പോലെ മാത്രമേ പുള്ളി കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ പുറകിലുണ്ടെന്ന് ഇതുവരെ അറിയില്ല. പ്രോഡക്റ്റ് നല്ലതാണ്. അപ്പോൾ ആളുകൾ എന്ത് ഫ്ലേവറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 3 ഫ്ലേവറാണ്, ഗ്രേപ്പ്, പിന്നെ ടെൻഡർ കോക്കനട്ട്, പിന്നെ മാംഗോ. അത് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇതിൽ മാംഗോയിൽ അൽഫോൺസ് മാംഗോൻ്റെ പൾപ്പ് ഉപയോഗിക്കും, അതുപോലെ ടെൻഡർ കോക്കനട്ട് പൾപ്പ് ഉപയോഗിക്കും. അങ്ങനെ എല്ലാം നാച്ചുറൽ ഫ്രൂട്ട് തന്നെ ഉപയോഗിക്കും. അങ്ങനെ 3 ഫ്ലേവർ, ഇപ്പം 5 ഫ്ലേവർ ആക്കി. അതിപ്പോൾ വളർച്ചയുടെ പാതയിലാണ്. ഈ ഒരു ഷെഫീഖിനെ കണ്ട് പരിചയപ്പെട്ട ശേഷം ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏറ്റെടുത്ത് തുടങ്ങി, ഷോപ്പിലേക്ക് നിർത്തി. കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുത്താൽ നമുക്ക് പിന്നെ അവർ കൊടുക്കുന്ന ഫ്രീസറിൽ അവർ സപ്ലൈ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. കാരണം അവരത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കലേ, നമുക്ക് സ്റ്റോർ ചെയ്ത് തികയാത്ത അവസ്ഥ. തുടക്കത്തിൽ ഒരു 10 ബോക്സ് വെക്കണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു 20 ദിവസം വേണം. ഇപ്പം 100 ബോക്സ് വെക്കണം, ഒരു ദിവസം വേണ്ട. അത്രയും സിമ്പിളായിട്ട്. നമ്മളൊരു വാടകയ്ക്കുള്ള സ്പേസിലാണ് വാടകയ്ക്കുള്ള 2 റൂമിലാണ്, ചെറിയൊരു സ്പേസ്. താങ്കളിലേക്ക് ഒരാഴ്ച ഇദ്ദേഹം സംരംഭകനാവാൻ വീണ്ടും ഒരു അവസരം കൊടുത്തത് താങ്കൾ തന്നെയാണ്. ആ ചാറ്റിൽ നിന്നാണ് ഇതെല്ലാം തുടക്കമല്ലേ? താങ്കൾ റാഷിദിൽ കണ്ട നല്ല ക്വാളിറ്റികൾ എന്താണ്? ഭയങ്കര പോസിറ്റീവാണ് ആള്.
ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബാക്കൊക്കെ നിൽക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു അസുഖം വന്നത് മുതൽ ഞാൻ ഭയങ്കര ഡൗണായി, മൈൻഡ് ഭയങ്കര ഡൗണാണ് എൻ്റെ. പക്ഷേ ഇദ്ദേഹം വന്നത് മുതൽ ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. കാരണം ഏതൊരു ഫങ്ഷൻ ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഞാൻ കൂടെ പോകണം. ഇപ്പം എൻ്റെ വീട്ടുകാർ പോലും പറയും ഈ വരണ്ട, എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട്, എനിക്ക് ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് വരണ്ടാന്ന് പറയും. പക്ഷേ റാഷിക്കറിയാം ഓൾക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എന്ത് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും ഞാൻ വേണം കൂടെ. അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. എപ്പോഴും അപ്പോൾ കൂടെ കൊണ്ട് നടക്കും. എപ്പോഴും കൂടെ കൊണ്ട്, ഞാൻ ഇല്ലാതെ പോവില്ല. അതാണ് മെയിൻ. ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള നല്ല ക്വാളിറ്റി എന്താണ്? ഇദ്ദേഹത്തിൽ ഇതൊരു എന്താ പറയണ്ടേ, ഒരു അതിജീവനത്തിൻ്റെ ഒരു റോൾ മോഡലാണ്. കാരണം വെച്ചാൽ ഞാനിടയ്ക്ക് ചിന്തിക്കും, എന്തെങ്കിലും ഈ സംരംഭം പലപ്പോഴും ഈ ഫുള്ളായിട്ട് ഡൗൺ ആയ സിറ്റുവേഷനിൽ ഞാൻ ചിന്തിക്കും, ജീവിതം മടുത്തു പോകും. ആ സമയത്തൊക്കെ ഞാൻ ഇവളെക്കുറിച്ച് ചിന്തിക്കും. കാരണം ഇവളെ അതിജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈഫും കൊണ്ട് ഇവളെ അതിജീവിക്കുമ്പം എനിക്കൊന്നും എന്താ പറയുക, ഫുൾ പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇവളെന്ന് നടക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കൊരു ദിവസം മറ്റൊരാളെ അതിജീവിച്ച് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ലൈഫ് ലോങ് ഇനി കൂടുതൽ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇവൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ജീവിതത്തിൽ പരാതി പറയാനൊരു സ്കോപ്പില്ല. നമുക്ക് ഒരു അവകാശമില്ല ഒന്നിനെക്കുറിച്ചും പരാതി പറയാൻ. എനിക്ക് അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു മോട്ടിവേഷനാണ് എൻ്റെ മുമ്പിൽ. കാരണം ഇവൾ ഇത്രയും വലിയ പ്രശ്നം, അത് ഒരുപക്ഷെ ഇത് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരാണ്. ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നും വേണ്ട. കുട്ടികൾക്ക് ഫോൺ കൊടുക്കാത്തതിന് ഒരു സൂയിസൈഡ് എന്ന കാരണം ചെറിയ കാര്യങ്ങൾ മതി. ഇത്രയും വലിയ പ്രശ്നം കൊണ്ട് ഇവർക്ക് സൂയിസൈഡ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് മതി. ഇവർക്ക് ഒരു പ്രയാസമില്ല, അത്രയും സിമ്പിളായി സൂയിസൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവൾ ജീവിക്കണം, മരിക്കുന്നവരെ ജീവിക്കുന്ന വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു മോട്ടിവേഷനാണ് എൻ്റെ മുന്നിലുള്ള. ഇതാണ് നിങ്ങൾ തമ്മിലുള്ള കോംബോയുടെ ഗുണം എന്ന് പറയുന്നത് അല്ലേ. ഞാൻ താങ്കളിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേയധികം സ്ത്രീകളെങ്കിലും ഉണ്ട്, അവർക്ക് തമ്പുരാൻ എല്ലാം കൊടുത്തിട്ടുണ്ടാവും, ആരോഗ്യം കൊടുത്തിട്ടുണ്ടാവും, നല്ല ഭർത്താവ് മക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ ഒന്നും ചെയ്യാതെ അവരിയ്ക്കും, അടുക്കളയിലിരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എനിക്കിത് മതി എന്ന് പറയുമ്പോൾ താങ്കൾക്ക് പരിമിതികളുണ്ടെങ്കിലും താങ്കൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ പോകുന്നുണ്ട്, അവിടെ പോയിരിക്കും. താങ്കൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈത്താങ്ങാണ്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്, വെറുതെ ഇരിക്കുന്നവരോട്? നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സമ്പത്തുണ്ട്, അതാണ് ഹെൽത്ത്. എനിക്കില്ലാത്ത ഒരു സംഭവമാണ് ഹെൽത്ത്. അപ്പം ഞാൻ ഹെൽത്ത് ഇല്ലാത്ത ഞാൻ അത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാമെന്ന് ചിന്തിച്ചാൽ മതി. ശരിക്കും അവർക്കൊക്കെ എന്തും ചെയ്യാം, കാരണം ആ മനസ്സുണ്ടായാൽ മതി. ഞാൻ റാഷിലോട്ട് തിരിച്ചു വരാം. ഈ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവി സ്വപ്നങ്ങൾ ഇത് നമുക്ക് UAE ഒരു ബ്രാഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അതിന് മുമ്പ് നാട്ടിൽ നമുക്ക് കൂടുതൽ അതായത് നോർമലി ഐസ്ക്രീം മാർക്കറ്റില്ലാതെ ചില വെറൈറ്റി പ്രോഡക്റ്റുകൾ ഇറക്കണമെന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 45 വർഷം ജീവിച്ചൊരു നാടുണ്ട്, മദാം എന്ന് പറയും. ആ നാട്ടിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് കൊണ്ടുവരണം. അത് ഒരു ഫ്യൂച്ചറിൽ നമുക്കൊരു പ്ലാനാണ്, അത് അവിടെ ചെയ്യണം. മറ്റൊരു കൺട്രിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് UAE അവർ ഷാർജയിലെ മദാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ നാട്ടിൽ ചില പ്രോഡക്റ്റുകൾ കൂടുതൽ വെറൈറ്റിയിലെ ചില പ്രോഡക്റ്റുകൾ ഇറക്കുക. ഇതാണ് ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. പിന്നെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ എത്തിക്കുക. ഇപ്പോൾ ഒരു 250 ഉണ്ട്, പക്ഷെ നമുക്ക് ഡെയിലി ഔട്ട്ലെറ്റുകൾ കൂടും. ഇന്നലെ രാവിലെ 220 ആയിരുന്നു. ഒരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടുമ്പോൾ ഞാൻ ചോദിച്ചു എത്ര ഔട്ട്ലെറ്റ് കൊടുക്കും. 30 ഔട്ട്ലെറ്റ് കൊടുക്കുന്നുണ്ട്, 250 ആയി. ഇനിയിപ്പോൾ മഞ്ചേരിയിൽ ഒരു 30-40 ഔട്ട്ലെറ്റ് അവർ കൊടുക്കുന്നുണ്ട്. അത് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു 1-2 വർഷം കൊണ്ട് ഒരു പക്ഷേ 1000 ഔട്ട്ലെറ്റിൻ്റെ മേലെ എത്തിക്കണം. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ഉറക്കം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കഥയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ഫോട്ടോ കണ്ടിട്ട് രാത്രി ഉറങ്ങാതെ വിടാതെ പിന്തുടർന്ന് ഇദ്ദേഹത്തെ പിക്കാ കഴിച്ച് 2 കുട്ടികളുമായി സന്തോഷമായിട്ട് അപ്പോൾ ഇനി ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒരു ഇൻസ്പിറേഷനാണ്. കാരണം താങ്കൾ റോൾ മോഡലാണ്. താങ്കൾ ഇദ്ദേഹത്തെ റോൾ മോഡൽ എന്ന് പറഞ്ഞ പോലെ താങ്കളൊരു റോൾ മോഡലാണ്. എന്ത് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലായ നിങ്ങളുടെ ഈ ചർച്ചയിൽ നിന്ന് പരിമിതികൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള മനസ്സിനാണ്. കാരണം നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെങ്കിലും നടക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹവും ആ ശ്രമിക്കുന്ന അദ്ദേഹത്തിന് കൈത്താങ്ങായ താങ്കളും അത് തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ കോംബോ വളരെ യുണീക്കാണ്. നിങ്ങളുടെ ഈ സ്നേഹബന്ധവും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പാഷനും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ബ്രാൻഡും അതുമൊക്കെ വളരും എന്നെനിക്ക് തന്നെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്പാർക്കിൻ്റെ വേദിയിൽ വന്ന് ഒരു കഥ പറയാൻ നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂണിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ കേട്ടു റാഷിദും അർഷിതയുടെയും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി. അദ്ദേഹം വളരെ
പാഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പാഷനും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാഷൻ കണ്ടെത്തിയത് ഹർഷിതയിലാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയ നിമിഷം തൊട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയായിരുന്നു. ഉത്തരവാദിത്വ ബോധമുണ്ടായി. നമ്മുടെയൊക്കെ പരിമിതികൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ദൈവം തമ്പുരാൻ, എന്നാൽ നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ പരിമിതികളുള്ളവരാണ് എനിക്ക് തോന്നുന്നത് അത് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ദമ്പതികളുടെ കഥ നമുക്കൊക്കെ ഒരു മോട്ടിവേഷനാണ്, ഒരു ഇൻസ്പിറേഷനാണ്. നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതിന് ഉദാത്തമായ ഉദാഹരണമാണ് ഇൻ്റർവ്യൂ തന്നെ. നമുക്കിത്തരം കുടുംബ നല്ല ബന്ധങ്ങളുണ്ടാവട്ടെ, അതുപോലെ തന്നെ ഈ ബന്ധങ്ങളിലൂടെ നല്ല സംരംഭങ്ങൾ ഉണ്ടാവട്ടെ, അത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തട്ടെ, അതിലൂടെ തൊഴിലുമൊക്കെ കൊടുക്കാനാവട്ടെ. റാഷിദ്, ഹർഷിത രണ്ടുപേരും ഈ വേദിയിൽ വന്ന് നിങ്ങളുടെ കഥ പറയാൻ നിലമ്പൂരിൽ നിന്ന് കൊച്ചിയിൽ വന്ന് ഈ സ്റ്റുഡിയോയിൽ വന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ കാണാനും പരിചയപ്പെടാനും നിങ്ങളുടെ സംരംഭമൊക്കെ പരിചയപ്പെടാനും സാധിച്ചത് ഞാനൊരു ഭാഗ്യമായി കാണുന്നു. എനിക്ക് ഉറപ്പാണ് കിൻസ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് നമ്മുടെ നാട്ടിലെ കസ്റ്റമേഴ്സ് ഏറ്റെടുക്കും, നിങ്ങൾ ഉയരങ്ങളിലെത്തും. അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എൻ്റെ എല്ലാ പ്രാർത്ഥനകളുണ്ട്, സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരും ഉണ്ട്. എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്കൊരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്പാർക്കിൻ്റെ ഷൂട്ട് അവസാനിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു.